Savanya Miss here. അപ്പോൾ ക്ലാസ് 6 ബേസിക് സയൻസിലെ പക്ക പ്രഡിക്ഷനുമായിട്ടാണ് മിസ് വന്നേക്കുന്നത്. മിസ് ഇതാ ലൈവിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ചാപ്റ്റേഴ്സ് ആണ് നന്നായിട്ട് നോക്കേണ്ടതുള്ളത്. 7th 8th 9th അല്ലേ? 3 ചാപ്റ്റേഴ്സിൽ 7th 8th ആണ് നന്നായിട്ട് പഠിക്കേണ്ടതുള്ളത്. 9th എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്റർ. ഓക്കെ, യുക്തി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് എന്ത് നോക്കാം? ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നോക്കാം. ഓക്കെ, അതായത് 7th ചാപ്റ്റർ അല്ലേ? 7th ചാപ്റ്റർ ദ വേൾഡ് ഓഫ് ചേഞ്ചസ് അല്ലേ? ദ വേൾഡ് ഓഫ് ചേഞ്ചസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്, അതായത് നമ്മൾ ചേഞ്ചസ്. ഓക്കെ, ചേഞ്ചസ് അതായത് ഫിസിക്കൽ ചേഞ്ച് നിങ്ങൾക്ക് അവിടെ പഠിക്കാറുണ്ട് അല്ലേ? ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഓക്കെ, ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച് ആണ് നിങ്ങൾ ഒന്നാമതായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ നിങ്ങൾ റെസ്റ്റ് എന്താണ് പഠിക്കണം, അതായത് ഈ തുരുമ്പ് എന്താണ്, എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ പഠിക്കണം. മൂന്നാമത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എനർജി കൺവേർഷൻ ആണ്. എന്താണ് പഠിക്കാനുള്ളത്? എനർജി കൺവേർഷൻ അല്ലെങ്കിൽ ഊർജ്ജ മാറ്റം എന്ന് പറയാം. നാലാമതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബൾബിന്റെ കേസാണ്. ബൾബിന്റെ കേസിൽ തന്നെ LED എന്താണ്, നമ്മൾ LED ആണ് ഇത്രയും നല്ലത് എന്ന് പറയാനുള്ള കാരണം. ഈ 4 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. 4 എന്ന് പറയുമ്പോൾ ചെറുതാണെങ്കിലും ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം അല്ലേ? ഓക്കെ, ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും, അതായത് ഭൗതിക മാറ്റവും അതുപോലെ തന്നെ രാസമാറ്റവും. റെസ്റ്റ് അഥവാ തുരുമ്പ് പഠിക്കണം. എങ്ങനെ റെസ്റ്റ് ഉണ്ടാവുന്നു, എങ്ങനെ തുരുമ്പ് ഉണ്ടാവുന്നു, അത് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും എന്നുള്ള കാര്യം പഠിക്കുക. എനർജി കൺവേർഷൻ അഥവാ ഊർജ്ജ മാറ്റം അല്ലെ? ഊർജ്ജ മാറ്റം പഠിക്കണം. ദെൻ ബൾബ് LED, അതായത് ഫിലമെന്റ് ബൾബും CFL ബൾബും LED ബൾബും നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് LED ആണ് നല്ലത് എന്ന് പറയാനുള്ള കാരണം എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ, അതായത് 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം അല്ലേ? മോഷൻ ഇൻ ഡെയിലി ലൈഫ് അല്ലേ? അതായത് ചലനം നിത്യജീവിതത്തിൽ നിന്നൊരു ചാപ്റ്റർ. ഫസ്റ്റ് നിങ്ങൾ നോക്കാനുള്ളത് എന്താണ് മോഷൻ അല്ലേ? ഇത് നിങ്ങൾ അറിയാണ്ട് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റില്ല. എന്താണ് മോഷൻ അല്ലെങ്കിൽ എന്താണ് ചലനം എന്ന് നിങ്ങൾ അറിയണം. ഇനിയോ എന്താണ് റെസ്റ്റ് അല്ലെ? എന്താണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ? എന്താണ് റെസ്റ്റ്? ഈ റെസ്റ്റിന് സ്പെല്ലിംഗ് മാറ്റാണ്ട് മനസ്സിലാക്കണം. REST ആണ്. മറ്റേ തുരുമ്പ് എന്ന് പറഞ്ഞാൽ RUST ആണ്. കണ്ടോ? RUST ആണ്. ഇത് REST ആണ്. റെസ്റ്റ് അല്ലെങ്കിൽ എന്ത് പറയാം? യെസ്, നിശ്ചലാവസ്ഥ അല്ലെ? നിശ്ചലാവസ്ഥ എന്താന്ന് പഠിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് റെഫറൻസ് ബോഡി അല്ലെങ്കിൽ അവലംബക വസ്തു. അവലംബക വസ്തു എന്താന്ന് പഠിക്കണം. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് മോഷൻസ്. എന്താണ് ടൈപ്സ് ഓഫ് മോഷൻസ്? അതായത് ചലനങ്ങൾ എന്ന് പറയാം. നമുക്കിവിടെ 5 ചലനങ്ങൾ പഠിക്കാനുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെയാണ് എന്ത്? യെസ്, നമ്മളെ ലീനിയർ മോഷൻ അല്ലെങ്കിൽ എന്താ പറയുക, നേർരേഖാ ചലനം. രണ്ടാമത്തെയാണ് എന്ത്? യെസ്, റൊട്ടേഷണൽ മോഷൻ അഥവാ എന്ത് പറയാം, ഭ്രമണ ചലനം എന്ന് പറയാം, ഭ്രമണ ചലനം. മൂന്നാമത്തെയാണ് എന്ത്? മൂന്നാമത്തെയാണ് സർക്കുലാർ മോഷൻ അഥവാ വർത്തുള ചലനം എന്ന് പറയാം. നാലാമത്തെ എന്താണ്? യെസ്, നാലാമത്തെയാണ് ഓസിലേഷൻ അഥവാ ദോലനം അല്ലെ? അഞ്ചാമത്തെയാണ് എന്ത്? ഈ ഓസിലേഷൻ, നമ്പർ ഓഫ് ഓസിലേഷൻ കൂടുമ്പോൾ അല്ലെങ്കിൽ ഓസിലേഷൻ സ്പീഡ് കൂടുമ്പോഴാണ് എന്ത് വരുന്നത്? യെസ്, നമുക്ക് വൈബ്രേഷൻ അഥവാ കമ്പനം വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കേണ്ടത്. വളരെ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ട ഒറ്റ കാര്യം കൂടി ഉണ്ട്, അതായത് നമ്മളെ ഈ ഒരു മോഷൻ അഥവാ ചലനം അല്ലെ? മോഷൻ അഥവാ ചലനം എന്ന് പറഞ്ഞ സാധനം എന്താണ്? യെസ്, ഈ ഒരു ഫോഴ്സിനോടും അതായത് ബലത്തിനോടും അതുപോലെ തന്നെ ഡയറക്ഷൻ അല്ലെ? ഡയറക്ഷൻ അഥവാ ദിശയോടും ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് കാരണം എന്ന് പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 9ാമത്തെ ചാപ്റ്റർ എന്താ? ബെറ്റർ ലൈഫ് സ്റ്റൈൽ അല്ലേ? ഫോർ എ ബ്രൈറ്റർ ടുമാറോ, അതായത് നല്ല നാളേക്കായി എന്ന് പറഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ എന്തൊക്കെയാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. പണ്ടത്തെ ആ ഒരു എന്താ ലൈഫ് സ്റ്റൈലും ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും നമ്മൾ മാറ്റം എന്താണ്? മെയിൻ ചോദിക്കുക ഫുഡിലുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഫുഡ് എങ്ങനെയാണ്? പണ്ടത്തെ നോർമൽ ഫുഡാണ്, ഇപ്പോൾ ജങ്ക് ഫുഡാണ്, അത് മോശമാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ ചാപ്റ്ററിൽ പഠിച്ചാൽ മതി. പിന്നെ ബ്ലഡ് പ്രഷർ എന്താണെന്ന് പഠിക്കണം, കൊളസ്ട്രോൾ എന്താണെന്ന് പഠിക്കണം, ഉറക്കത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പഠിക്കണം. പഠിക്കേണ്ട ആവശ്യമില്ല, അറിയാമെന്നുള്ള കാര്യം അറിയാം. എന്ത് ചെയ്യുക, ഇതൊന്നൊന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 9ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം BMI ആണ്. ഓക്കെ, BMI എങ്ങനെ കാണാം? യെസ്, മേലെ നിങ്ങൾക്ക് വെയിറ്റ് ആണ് കൊടുക്കുക അല്ലെ? വെയിറ്റ് അല്ലെങ്കിൽ ഭാരം കൊടുക്കും. വെയിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഭാരമാണ് മേലെ കൊടുക്കുക. ദെൻ താഴെ നമുക്ക് എന്താണ് കൊടുക്കുക? ഹൈറ്റ് അല്ലേ? ഹൈറ്റ് ഇൻറ്റു ഹൈറ്റ് ചെയ്യണം. 2 പ്രാവശ്യം ഹൈറ്റ് ഇൻറ്റു ചെയ്താലാണ് BMI കിട്ടുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 3 ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അതായത് 1, 2, 3 ഇതേതാ? യെസ്, ഇത് ഓണം എക്സാമിന് ചോദിച്ചതാ അല്ലേ? ഇത് ഓണം എക്സാമിന് ചോദിച്ചതാ. അങ്ങനെയാണെങ്കിൽ 4, 5, 6 ഇതേതാ? യെസ്, ഇത് നമുക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചതാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്
7, 8, 9 ആണ്. ഇത് ആനുവൽ എക്സാമിന് ചോദിച്ചതാണ്. ഇതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇതിലെ ഇമ്പോർട്ടൻസ് മിസ് ഇപ്പോൾ പറഞ്ഞത്. ഇതിന് രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. ബട്ട് ഒന്ന് റിവൈസ് ചെയ്യുക. പഠിച്ച കാര്യമാണ് ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കുക. 1 or 2 ആക്ടിവിറ്റി ആയിരിക്കും വരുന്നുണ്ടാവുക. മാക്സിമം പോയി 2, 2 വരില്ല, ഒരു ആക്ടിവിറ്റിയേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. അപ്പോൾ ലൈവിലൊക്കെ ഉണ്ടാകണം. ലൈവിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ മിസ് പറയും. ഓക്കെ, ബൈ.